ഷാനിക്ക എന്തോ മാർക്കോ ഹിറ്റായി അതിന്റെ ചെറിയൊരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. യെസ്, കാണുന്ന പ്രേക്ഷകരെല്ലാം ഷാനിക്കയുടെ സോങ് തീർച്ചയായിട്ടും കാണണം, അതിന്റെ വീഡിയോയും കാണണം. ഞങ്ങളുടെ ഒരു മാർക്കോയിന്റെ ഫാമിലി എന്ന് പറഞ്ഞ സോങ് ആണ് ഷാനിക്ക ചെയ്തത്. സോങ് ആണ് ഞാൻ ചെയ്തത്. ഞാനിത് ഈ പറഞ്ഞ പോലെ റിലീസിന് മുമ്പേ ഞാനും കണ്ടു. രണ്ടുപേരും കണ്ടാണ്. എന്നാലും ഷാനിക്ക കുറെ ടേക്ക് ഒക്കെ പോയോ അതോ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ആക്കിയോ? ഓ എന്റെ പൊന്നു മോളെ, ഞാൻ അനുഭവിച്ചു കേട്ടോ. അതായത് പിന്നെ ഭയങ്കര ടെമ്പറേച്ചർ. ദുബായിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തത്. ചൂടായിരുന്നു. അയ്യോ, ഉണ്ണിയാണ് ഡയറക്റ്റ് ചെയ്തത്. പീക്ക് സമ്മർ ടൈമിലാണ് നമ്മളവിടെ ഇത് ഷൂട്ട് ചെയ്യണം. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ആ മാർക്കോക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു പ്രൊമോ സോങ്ങിന് വേണ്ടിയിട്ട് എനിക്കൊന്നൊരു 3-4 വേർഷൻസ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എനിക്കൊന്ന് ഇത് 3ാമത്തെ വേർഷൻ എങ്ങാണ്ട അവന് എടുത്തത്. അപ്പം ഉണ്ണി എന്നോട് പറഞ്ഞു ഇങ്ങനെ, ഞാൻ ഓൾറെഡി ദുബായിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് എൻ്റെ ഒരു മ്യൂസിക് വീഡിയോയുടെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആന്തത്തിൻ്റെ ഷൂട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, എടോ ഞാൻ ഓൾറെഡി അവിടെ ഉണ്ട്, തനിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സോങ് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അത് അടിപൊളി ഐഡിയ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ണി അങ്ങോട്ടേക്ക് വന്നു. ഉണ്ണി ദുബായിലേക്ക് വന്ന് ഒരു 3 കാറും വെച്ചിട്ടുള്ള ഒരു പരിപാടി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് അകത്ത്, അതിൻ്റെ മേലെ ബ്ലാക്ക്, ഇത് ബ്ലാക്ക്, ഷൂ ബ്ലാക്ക്, മൊത്തം ബ്ലാക്ക്, തൊപ്പിയും ബ്ലാക്ക്. ഞാൻ അനുഭവിച്ചു കേട്ടോ. ഒരു ആക്ച്വലി ആ ഹോൾ വീഡിയോ എനിക്കൊന്നൊരു 1-2 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തു. പക്ഷെ ആ 2 മണിക്കൂർ ഈ വെയിലിൻ്റെ അടിയിൽ നിന്നിട്ടെ, പിന്നെ അത് കൂടാതെ ഈ സിഗാറും വലിച്ചോണ്ടൊക്കെയാ നടക്കുന്ന വീഡിയോ. എൻ്റെ അമ്മോ, ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് വലിക്കണേ. അപ്പം ഇത് കത്തിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ സിഗാർ എന്ന് പറയുന്ന സാധനത്തിന് ഫിൽറ്റർ ഇല്ല. മൊത്തം ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെ ടൊബാക്കോ. അപ്പൊ ഇത് നല്ല തിക്കുവാണല്ലോ. അപ്പൊ കത്തിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ ഇത് പെട്ടെന്ന് കെട്ടുപോവുകയും ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം. മോളെ, ഈ സാധനം നമ്മൾ അകത്തോട്ട് വലിക്കുമ്പോൾ ഈ ചൂടുള്ള പുകയാണ് അകത്തേക്ക് കയറണേ. കഷ്ടപ്പെടുന്നത് അവൻ പറഞ്ഞു കഷ്ടപ്പെടാൻ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഈ സിനിമയ്ക്ക് വേണ്ടി അവൻ ഓൾമോസ്റ്റ് 200ഓളം സിഗാർ വലിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ആ 2 റാപ്പേഴ്സ്, ഒന്ന് അനോണിമസ്, ഒന്ന് ഫിൽസ്, അതിൻ്റെ വരികൾ അവർ തന്നെയാണ് എഴുതിയത്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് തുടക്കത്തിൽ ഒരു ഇംഗ്ലീഷ് റാപ്പ്, പിന്നെ ഒരു മലയാളം റാപ്പ്, അങ്ങനെയുള്ള ഒരു രീതിയിൽ, ബട്ട് മെലഡി വേണമെന്നുണ്ട്. അങ്ങനെ മെലഡിക്കലി ട്രീറ്റ് ചെയ്ത ഒരു റാപ്പ്. ഷാനിക്ക ഇതുവരെ ചെയ്യാത്ത ഒരു നല്ല എക്സ്പെരിമെന്റൽ സോങ് ആയിരുന്നു. ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ലൊരു ഇതായിരുന്നു. ഉണ്ണി അതിലൊക്കെ കോമഡി ഞാൻ പറയാം. ഞാനിത് കണ്ടിട്ട് ഷാൻ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ കണ്ടു, എനിക്ക് കുറേ ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമായിട്ട് എനിക്കൊരു ഡൗട്ട് വന്നു, ഷാനെ പോലെ ഒരാളുണ്ടല്ലോ. ഇയാൾ എന്നോട് പറയാ നിന്നെ പോലത്തെ ഒരാൾ ഇരിക്കുന്നു. എനിക്ക് അതായത് ഇങ്ങനെ നോക്കുമല്ലോ. ഞാൻ വിചാരിച്ചത് കുറെയൊക്കെ ഇങ്ങനെ ചുമ്മാ കാട്ടിക്കൂട്ടാണ്. ഇത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ബ്ലിൻഡാണ്. അല്ല, ഷാനെ കണ്ട് മനസ്സിലായല്ലോ എനിക്ക്. എന്നാ എവിടെ ഷാൻ്റെ ഒരു ചായയും ഇനി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആവോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ ഷാനിക്ക തന്നെയായിരുന്നു. അതെ.